യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സമൂഹ വിവാഹ പദ്ധതിയിൽ വൻ തട്ടിപ്പാണ് നടന്നത്. ചടങ്ങിൽ വിവാഹിതരാകാൻ എത്തിയ യുവതികളിൽ പലരും നേരത്തെ വിവാഹം കഴിച്ചവരായിരുന്നു. മറ്റു ചിലർക്കാകട്ടെ വരന്മാരുമില്ല. വധൂവരന്മാരെന്ന വ്യാജേന സഹോദരങ്ങളും താലി ചാർത്തി. മുഖ്യമന്ത്രിയുടെ സമൂഹ വിവാഹ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന 51,000 രൂപ തട്ടിയെടുക്കാനാണ് ഈ രീതിയിലുള്ള തട്ടിപ്പ് അരങ്ങേറിയത്. സംഭവം വിവാദമായതോടെ ജനുവരി 29-ന് ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതി രൂപീകരിച്ചിരുന്നു. പ്രതികളിൽ ഒരാളായ മണികപ്പൂർ സ്വദേശി അർച്ചന 2023 ജൂണിൽ വിവാഹിതയായതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. രഞ്ജന യാദവും സുമൻ ചൗഹാനും 2023 മാർച്ചിലും രമിത 2023 ജൂലൈയിലും വിവാഹം കഴിച്ചവരാണ്. 2023 നവംബറിലായിരുന്നു പ്രിയങ്കയുടെ വിവാഹം. പൂജ 1 വർഷം മുമ്പും സഞ്ജു 3 വർഷം മുമ്പും വിവാഹിതരായെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. സോനം എന്ന പ്രതിയുടെ വിവാഹം ഇതുവരെ തീരുമാനിച്ചിട്ട് പോലുമില്ല. ഇവർ ആരും സമൂഹ വിവാഹ പദ്ധതി പ്രകാരം ധനസഹായത്തിന് അർഹരല്ലെന്നും അന്വേഷണ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. നിർധന കുടുംബാംഗങ്ങളുടെ വിവാഹത്തിനാണ് മുഖ്യമന്ത്രിയുടെ സമൂഹ വിവാഹ പദ്ധതി രൂപവൽക്കരിച്ചത്. എന്നാൽ അർഹതയില്ലാത്ത അപേക്ഷകർ ആനുകൂല്യം ലഭിക്കുന്നതിന് കൂട്ടത്തോടെ വ്യാജ വിവാഹം കഴിക്കുകയായിരുന്നു. അപേക്ഷകൾ പരിശോധിക്കുന്നതിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ അലംഭാവം കാട്ടിയതാണ് തട്ടിപ്പിന് ഇടയാക്കിയതെന്ന് പോലീസ് പറയുന്നു. അതേസമയം ചടങ്ങിൽ വിവാഹിതരായവർക്ക് ഇതുവരെ ധനസഹായം വിതരണം ചെയ്തിട്ടില്ലെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ പറഞ്ഞു. നിലവിൽ പ്രതികളായ 9 പേർക്ക് പുറമെ മറ്റാരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം 51,000 രൂപയാണ് വധുവരന്മാർക്ക് നൽകുകയെന്ന് സർക്കാർ വെബ്സൈറ്റിൽ പറയുന്നു. അതിൽ 35,000 രൂപ പെൺകുട്ടിക്കാണ്, 10,000 രൂപ വിവാഹ സാമഗ്രികൾ വാങ്ങുന്നതിനും 6,000 രൂപ ചടങ്ങ് നടത്തുന്നതിനും നൽകും.